നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മകം, പൂരം, ഉത്രംകാൽ നക്ഷത്രക്കാരായ ചിങ്ങക്കൂറുകാരുടെ 2024 ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലം ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷക്കാലം വ്യാഴൻ അനുകൂലത്തിലായതിനാൽ ഇവർക്ക് പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നു ഭവിക്കുകയും അതുമൂലം വളരെയധികം ഐശ്വര്യങ്ങളും ദൈവാധീനവും ഉള്ള ഒരു വർഷം തന്നെയാണ്. പക്ഷേ എങ്കിലും ചാരവശാൽ കണ്ടകശനി നിലനിൽക്കുന്ന കാലമായതുകൊണ്ട് ചില കാര്യങ്ങളിൽ വളരെയധികം തടസ്സം ഉണ്ടാകുകയും, ഉദാഹരണമായി ദേഹത്തിന് കൂടെ അസ്വസ്ഥത ഉണ്ടാകുകയും ഭാര്യയ്ക്ക് രോഗങ്ങൾ ബാധിക്കുവാനും സാധ്യതയുള്ള ഒരു സമയമാണ് ഇക്കാലഘട്ടം. സർവേശ്വരകാരകനായ വ്യാഴന്റെ ഇഷ്ടസ്ഥിതി മൂലം ഈ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവിക്കേണ്ടി വരത്തില്ല ഈ നക്ഷത്രക്കാർക്ക്. ഇടയ്ക്കിടയ്ക്ക് പല വിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാം. കണ്ടകശനി ആയതുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവപ്പെടണമെങ്കിലും ഈ കാലഘട്ടത്തിൽ ശനി വക്രത്തിലാണ്. നവംബർ മാസം വരെ ഇവർക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ രംഗത്ത് പല വിധേനയുള്ള മാറ്റങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായ ഒരു മാസമാണ് ഈ നവംബർ മാസത്തിനിടയിലുള്ള കാലയളവ്. അതായത് തൊഴിലിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ഇതുവരെ തൊഴിലില്ലാതിരുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാനുള്ള യോഗമുണ്ടാകുന്നു. PSC, SSC എന്നിവ പഠിക്കുന്നവർക്ക് ലിസ്റ്റിൽ കയറിപ്പറ്റുവാനും അതുവഴി ജോലി ലഭിക്കുവാനും അനുകൂലമായ സമയമാകുന്നു. ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുവാനും കാലം അനുകൂലമാണ്. എന്നിരുന്നാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുന്നത് വളരെ ഉത്തമമാണ്. 7-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുന്നത് വളരെ ഉത്തമമാണ്. ശനിയുടെ വക്രഗതിയാണെങ്കിൽ പോലും പാർട്ട്ണർഷിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ഈ കാലയളവിൽ. എന്തായാലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നത സ്ഥാനക്കയറ്റങ്ങളും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോയി വിദ്യ അഭ്യസിക്കുവാൻ താല്പര്യമുള്ളവർക്കും നവംബർ മാസത്തിനകത്ത് നടക്കുവാൻ സാധ്യതയുണ്ട്. നവംബർ മാസം കഴിഞ്ഞാൽ ഇവർക്ക് വിദേശത്ത് പോകുവാൻ പല വിധേനയുള്ള മുടക്കങ്ങൾ അനുഭവപ്പെടേണ്ടതായി വരാം. കാര്യം ശനി ഈ കാലയളവിൽ വക്രമായതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് കഴിഞ്ഞ് ശനി നേർഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിന് പല വിധേനയുള്ള മുടക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നടക്കുന്നതാണ്. പല തീർത്ഥാടന യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ വരികയും പല തീർത്ഥാടന യാത്രയും ഈ കാലയളവിനുള്ളിൽ പോകുവാനും സമയം ഉത്തമമാകുന്നു. എഴുത്തുകാർക്ക് എഴുത്തിൽ വളരെയധികം പ്രശസ്തികൾ ഉണ്ടാകുകയും അവരുടെ പുതിയ നോവലുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലയളവ്. അഭിനയം, നൃത്തം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടമുള്ള ഒരു വർഷവും അതുപോലെ പ്രോഗ്രാമുകൾ കൂടുതൽ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു വർഷവുമാണ് ഈ വർഷത്തിന്റെ പകുതി കാലത്തിൽ വരുന്നത്. പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായ സമയവും പഴയ ഗൃഹങ്ങൾ പുതുക്കിപ്പണിയുവാനും കാലം അനുകൂലമാകുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും പഴയ വാഹനങ്ങൾ വിൽക്കുവാനും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും കാലം അനുകൂലമാകുന്നു. നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. നക്ഷത്രത്തിൽ ജനിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഉന്നത പദവി ലഭിക്കുവാനും
പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയവുമാകുന്നു ഇക്കാലയളവ്. ഇവർക്ക് ഭൂമി വാങ്ങുവാനുള്ള യോഗവും വന്നു ഭവിക്കുന്നു. ഇവർക്ക് പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ നവംബർ മാസത്തിനകത്ത് ഉണ്ടായേക്കാം. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി ഉള്ളത് കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനവും ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ ആദിത്യദശയാണ് നടക്കുന്നതെങ്കിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും ശിവന് ധാര നടത്തുന്നതും ഉത്തമമാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ ചന്ദ്രദശയാണ് നടക്കുന്നതെങ്കിൽ ജാതകത്തിൽ ബലവാനായ ചന്ദ്രനാണെങ്കിൽ ദുർഗാദേവിയെയും ബലഹീനത്വമുള്ള ചന്ദ്രനാണെങ്കിൽ ഭദ്രകാളിയെയും പൂജിക്കുന്നത് ഉത്തമമാകുന്നു. അതായത് ദുർഗാദേവി ക്ഷേത്ര ദർശനവും ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനവും നടത്തുകയും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുകയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പല വിധേനയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു. ഉദാഹരണമായി തെക്കൻ പ്രദേശങ്ങളിലാണെങ്കിൽ മധുപൂജ മുതലായ കാര്യങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ദശ ചൊവ്വാദശയാണ്. ഓജരാശിയിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. യുഗ്മരാശിയിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുകയും ഭദ്രകാളിക്ക് വിധിപ്രകാരമുള്ള വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാകുന്നു. ചൊവ്വാദശ കഴിഞ്ഞു വരുന്നത് രാഹുർദശ കാലഘട്ടം. രാഹുർദശ കാലഘട്ടത്താണെങ്കിൽ ആയില്യപൂജ നടത്തുന്നതും സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഉദാഹരണമായി പാമ്പുമേക്കാവ്, മണ്ണാറശാല, വെട്ടിക്കോട്, ആമേട, നാഗർകോവിൽ എന്നീ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ദശ വ്യാഴദശ കാലഘട്ടമാണ്. വ്യാഴദശ കാലഘട്ടം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുകയും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞു വരുന്ന ദശ ശനിദശ കാലഘട്ടമാണ്. ഇവരുടെ ജാതകത്തിൽ ശനിദശ കാലഘട്ടം ആണെങ്കിൽ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയും ശബരിമല ദർശനം നടത്തുകയും ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. അത് കഴിഞ്ഞു വരുന്ന ദശ ബുധദശ കാലഘട്ടമാണ്. ഈ ദശാകാലഘട്ടങ്ങളിൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അവർക്ക് പാൽപായസം നൽകുന്നതും വളരെ ഉത്തമമാണ്. അത് കഴിഞ്ഞു വരുന്ന അടുത്ത ദിശ കേതു ദശയാണ്. കേതു ദിശയിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുകയും ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞു വരുന്ന ദശ ശുക്രദശയാണ്. ജാതകത്തിലെ ശുക്രൻ ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ജാതകത്തിൽ ശുക്രൻ പാപഗ്രഹങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാപഗ്രഹ ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ യക്ഷിയമ്മൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭൃഗുനന്ദന എന്നുള്ള നിയമപ്രകാരം അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയും പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം.